ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാജസ്ഥാൻ്റെ പോപ്പുലർ കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗട്ടയുടെ സബ്ജിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗട്ട എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കടലമാവും കൊണ്ട് അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ 1.5 കപ്പ് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കത്തില്ലേ മിച്ചറൊക്കെ ഉണ്ടാകാൻ, ആ സെയിം കടലപ്പൊടി തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. കട്ടൊരു കപ്പ് ഏതെങ്കിലും അളവിനെടുക്കാം. അന്നത്തെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി എടുക്കാം, 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല എടുക്കാം, പിന്നെ 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും ആഡ് ചെയ്തെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് കസൂരി മേഥി കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ തൈര് ആഡ് ചെയ്തിടില്ല, അതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒത്തിരി വെള്ളം ഒന്ന് എടുത്ത് ഒഴിച്ച് കൊടുക്കൽ. കടലപ്പൊടി കുറച്ചല്ല ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് മതി വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം കോരി ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ഒത്തിരി ലൂസായി പോകും. പിന്നെ കടലപ്പൊടിയും മസാല എല്ലാം എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിനായി വന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല, അതെല്ലാം ഒന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുവരത്തേക്ക് നമുക്കൊരു പാനിലാണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇച്ചിരി അധികം വെള്ളം വെക്കണം. എന്നുവെച്ചാൽ നമ്മളിത് വെള്ളത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളം നമുക്ക് വെക്കണം. പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ റോളാക്കി എടുക്കാം. നമുക്ക് ഗട്ട ഇതുപോലെ നീളനെ റോളാക്കി എടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അത് ഇട്ട് കൊടുക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് ഇതിനെയൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഈ വെള്ളത്തിനകത്ത് അടിക്കിരിക്കുന്ന വെള്ളമില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ഗ്രേവിക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് തക്കാളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. തക്കാളി ഇല്ല നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് നമുക്കാണെങ്കിൽ തൈര് എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡറും, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്തായി വരുന്നവരെ നമുക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗട്ടയ്ക്ക് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്കെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്കകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി അധികം വെക്കണേ, എന്നാലും ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കൂട്ടാൻ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം കറുവാപ്പട്ട 2 കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയൊരു ഏലക്കയും 2-3 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം 1 ടീസ്പൂൺ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് സോത്തേ ചെയ്ത് കൊടുക്കണേ, കരിഞ്ഞു പോവാതെ. പിന്നെ നമുക്കൊരു സവാള പൊടിയായി അരിഞ്ഞ് അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം മിക്സാക്കി ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ഇതുപോലെ കീറി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണെങ്കിൽ എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് സവാളയൊക്കെ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ തൈര് മിക്സാക്കി വെച്ചേക്കുന്നില്ല, മസാലയും തൈര്, കാരണം നമുക്ക് മുഴുവനായിട്ട് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്, തൈരില്ലയോ. അപ്പോൾ ഒരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആദ്യം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അടച്ച് ഇതെല്ലാം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗട്ടയെ വേവിച്ച വെള്ളമില്ല, അത് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ചു. ടോട്ടൽ നമുക്ക് 1.5 കപ്പിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ഗട്ട നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് മുറിച്ച് വെച്ചേക്കുന്നത് അതും നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഗട്ടയൊക്കെ ആണെങ്കിൽ ചാറൊക്കെ ഇല്ലേ, അതൊക്കെ എല്ലാം നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കും. നല്ല സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കസൂരി മേത്തി നമ്മൾ കഴുകണം, ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണേ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാം ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇട്ട് കൊടുക്കണേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ രാജസ്ഥാനി ഗട്ടയുടെ കൂട്ടം നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ചപ്പാത്തി, പുൽക്ക, പരാഠയുടെ കൂടെ എൻജോയ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.